ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ബ്രഹ്മയുഗം രാവിലെ കണ്ടു. ഞാൻ ആദ്യം റിവ്യൂ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ് ഇന്ന് റിവ്യൂ ഇടാൻ പോകുന്ന എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ആയിരിക്കും ഇതിടുന്നത്. അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ കളറിലിട്ടു. സോ ബ്രഹ്മയുഗത്തിനെ പറ്റി സംസാരിക്കാം. ആദ്യം തന്നെ ഈ ഒരു പടം ഇതുപോലെ തീരുമാനം എടുത്ത എന്നുവെച്ചാൽ ഈ പടത്തിന് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് മതിയെന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത് ഇറക്കിയ എല്ലാവർക്കും എൻ്റെ അണിയപ്പുറത്തർക്ക് എൻ്റെ ആദ്യത്തെ സല്യൂട്ട്. കാരണം ഇത് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ എന്ന് എഴുതി വെച്ച് പറയാൻ പറ്റുന്നൊരു പടമാണ്. കാരണം പടം നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ സ്ലോ ആണ് ഈ പടത്തിന് വേണ്ടത്. ആദ്യം തന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ സക്സസ് നോക്കി എനിക്കൊന്ന് അങ്ങനെ എടുത്തൊരു പടം വായിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ആദ്യം തന്നെ ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോഴേ കുറേ പേരുടെ ഒരു സിനിമ എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ട പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ ബോധർ ചെയ്യുന്ന കാര്യമല്ല. അത് ഞാൻ പിന്നെ പറയാം അതിനെപ്പറ്റി. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാരക്ടറും വളരെ കുറച്ച് ആൾക്കാരുള്ള ഒരു 3 ക്യാരക്ടറാണ് മെയിനായിട്ട് സിനിമയിലുടനീളം പെർഫോം ചെയ്യുന്നത്. പിന്നെ ബാക്കി കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ്, പാട്ട്, ഡാൻസ് ഒന്നുമില്ല ഈ പടത്തിൽ. അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു കഥ, അതൊരു എക്സ്പെരിമെൻറ്റ് മൂവിയായിട്ട് ഇതിനെ കാണാം. സോ ആദ്യം തന്നെ ഈ പടത്തിനെ പറ്റി പറയുമ്പോൾ എടുത്ത് പറയേണ്ടത് മമ്മൂട്ടിയെക്കുറിച്ചാണ്. മമ്മൂക്ക, പുള്ളിയുടെ ആക്ടിങ്, പുള്ളി ഇവിടെ നിർത്താൻ ഒരു ഇതുമില്ല. പുള്ളി ഇങ്ങനെ പിന്നെ പുള്ളിയുടെ തന്നെ ബെഞ്ച് മാർക്ക് എത്രത്തോളം ഉയർത്താൻ പറ്റും അത്രത്തോളം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു സ്മൈലുണ്ട്. മറ്റേ നമ്മൾ പോസ്റ്ററിൽ കണ്ട ഐറ്റം ഉണ്ടല്ലോ, ഒരു ഡബിൾ സ്മൈൽ എന്നൊക്കെ പറഞ്ഞ സാധനമില്ല, അതൊക്കെ പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. പുള്ളി ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാലോ, ഓൾറെഡി പ്രൂവ് ചെയ്ത ആളാണ് പുള്ളി. ഇപ്പോഴും ഇങ്ങനത്തെ പടങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. പുള്ളിക്ക് നേടാവുന്നില്ല. പുള്ളിക്ക് വേണമെങ്കിൽ വേറെ കൊമേഴ്ഷ്യൽ പടത്തിലൊക്കെ അഭിനയം ചെയ്യാം. പക്ഷേ ഇതുപോലത്തെ ഒരു പടത്തിൽ വന്ന് അഭിനയിച്ചു. നിങ്ങളത് കണ്ട് എക്സ്പീരിയൻസ് ഉള്ള കാരണമാണ്. ഒരു ആക്ടർ അറ്റ് ഇറ്റ്സ് ഫൈനസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമാണ്. ഹാറ്റ്സ് ഓഫ്. അത് കൂടാണ്ട് എടുത്ത് പറയേണ്ട ഒരെണ്ണമാണ് അർജുൻ അശോകൻ. പുള്ളിയുടെ ഒരു കരിയർ ബെസ്റ്റ് ആക്ടിങ് ഈ പടത്തിൽ കാണാൻ പറ്റും. കരിയർ ബെസ്റ്റ് ആക്ടിങ് കാരണം അതുപോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ ഫുൾ ടൈം പുള്ളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും പടം ആദ്യം മുതൽ അവസാനം വരെ പുള്ളിയുടെ ആക്ടിങ് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് സിദ്ധാർത്ഥ്, ഇവർ 3 പേരാണ് മെയിനായിട്ട് സിനിമയിൽ നിൽക്കുന്നത്. ഈ 3 ക്യാരക്ടേഴ്സ്. ബാക്കി 2 പേരും കൂടി ഉണ്ട്, അവരധികം കാണിക്കുന്നില്ല. പക്ഷേ ഇതുപോലത്തെ ഒരു പടം, ഇങ്ങനത്തെ ഒരു സ്ലോ പേസ്ഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ഥലത്തിൽ എടുക്കുന്ന പടമാകുമ്പം ഗിമ്മിക്സ് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ബീജം അങ്ങനെയൊന്നും ഗിമ്മിക്സ് കാണിക്കാൻ പറ്റത്തില്ല ഇതുപോലത്തെ പടത്തിൽ. ഇത് പ്യുവറായിട്ട് നമ്മൾ ആക്ടേഴ്സിൻ്റെ ഇമോഷൻസ് വൈസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കൺവേ ആകത്തുള്ളൂ. സോ അവരെത്രത്തോളം കൺവിൻസിങ് ആണോ അത്രത്തോളം നമ്മളും കൺവിൻസ് ആകും. അവരെത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടും. സോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ മൊത്തം സ്റ്റോറിയും മൂവിയൊക്കെ നടക്കുന്നത്. സോ അവരുടെ ഇതുപോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്. സോ ആ ഒരു കാര്യത്തിൽ അവർ മത്സരിച്ച് അഭിനയിക്കുമായിരുന്നു ഈ സിനിമ മൊത്തം. അതിൽ നമുക്ക് കാണാനുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഒരു മനയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളവിടെ എത്തിപ്പെടുന്നതും പിന്നെ അയാൾക്ക് രക്ഷപ്പെടാൻ നടത്തുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ കഥ. ഇത് നമ്മൾ കൂടുതലിരുന്നൊന്ന് അനലൈസ് ചെയ്യുമ്പം ഇതിന് വേറെ കുറേ അർത്ഥ തലങ്ങളിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു അധികാരത്തിൻ്റെയും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ഒരു ഇതുപോലെ അവർ കാണിച്ചേക്കുവാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു വലിയ വെർഷൻ വലിയൊരു ഭാവിയിൽ എൻ്റെ OTT ഒക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ ബ്രില്യൻസും കാര്യങ്ങളായിട്ടൊക്കെ വരുമായിരിക്കും. ഇതുപോലത്തെ പടങ്ങൾ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി അർത്ഥ തലങ്ങൾ നോക്കി കാണാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾക്ക് അവസാനം കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ. അത് നന്നായിട്ട് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു തോട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് എൻ്റെ തോട്ട് മാത്രമാണെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഐ തിങ്ക് അങ്ങനത്തെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം നമ്മളിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വന്നിട്ട് ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ സിനിമകൾ കാണാമായിരുന്നു. സോ ഞാനിങ്ങനെ ആദ്യം നമുക്ക് ഇഷ്ടമല്ലായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കാരണം ഇതെന്തോ ചുമ്മാ ഒരു സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുമോ. പിന്നീട് ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉണ്ടാക്കണമെങ്കിൽ മറ്റേ സിനിമകളെപ്പോലെ ചുമ്മാ ലൈറ്റൊന്നും വെച്ചാൽ പോരാ. കാരണം പ്രോപ്പറായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളും അത്രത്തോളം പണിയെടുത്ത് കഴിഞ്ഞാൽ ഈ സാധനം ഔട്ടായിട്ട് വരത്തുള്ളൂ, അത്രയും കിടുവായിട്ട്. കാരണം ഇപ്പം നമ്മൾ ചുമ്മാ ഇത് വെച്ച് വീഡിയോ എടുത്തിടുവാണെങ്കിൽ ഗ്രേഡ് ചെയ്യുമ്പം ബ്ലാക്കും വൈറ്റൊന്നും കാണത്തില്ല. നമ്മൾ 2 കളറേ കാണുന്നുള്ളൂ. സോ ആ കാണുന്ന കളർ നന്നായിട്ട് തന്നെ നമുക്ക് കാണണം. സോ അതിൻ്റെ പുറകെ അത്രത്തോളം പണിയെടുത്താൽ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലൊരു ഔട്ടിൽ ഈ സിനിമ ഇറങ്ങത്തുള്ളൂ, നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു കാര്യത്തിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തവരെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇങ്ങനെ വലിയ സ്ക്രീനിൽ കാണുന്നത്. സോ ആ ഒരു എക്സ്പീരിയൻസിനും കൂടി വേണ്ടിയാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സ്ലോ പേസ്ഡ് ആണ്. ഒരു ഫാമിലി എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് ഇനി കണ്ടറിയണം.
ഫോർ മീ ഇറ്റ് വാസ് എ വിഷ്വൽ ട്രീറ്റ് ആൻഡ് BGMനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് എന്നെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇൻട്രോയൊക്കെ എഴുതി കാണിക്കുമ്പം ഒരു സാധനം വരുന്നുണ്ട്, പിന്നെ മമ്മൂട്ടിയുടെ ഒരു ചിരി ഇരിക്കുമ്പോഴുള്ള സാധനം, അതൊക്കെ നമുക്ക് ഗൂസ് ബംസ് ഗ്യാരണ്ടീഡാണ്. അതുപോലെ കാരണം ഇതൊക്കെ ആവശ്യമാണ് ഈ ഒരു സിനിമക്ക്. ആ മേഖലയിലൊക്കെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം റിയലി ഗ്ലാഡ് ഐ വാച്ച് ദ മൂവി. ആൻഡ് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓപ്പൺ ടു ഡിസ്കഷൻസ്. സോ അടുത്ത റിവ്യൂ ആയിട്ട് അടുത്ത ദിവസം കാണാം. പിന്നെ ഒരു കാര്യം കൂടി, ഈ മുടി കളർ ചെയ്യുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്തോ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കറുപ്പടിച്ചോളാം. ഓക്കെ, തലാജിത്ത് തൊള്ളാജിത്തായിപ്പോയി.